ഒരു നിനക്കൊക്കെ അപ്പുറത്തെ വീട്ടിലെ ദേവകിയുടെ മോളെ കണ്ട് പഠിച്ചൂടെ? ആ കൊച്ചു ആ വീട്ടിലെ തള്ളേരോട് എല്ലാ ജോലിയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. ഇന്നലെ ദേവകി പറയുന്ന കേട്ട് എന്തോ പ്രൈസോ സമ്മാനമൊക്കെ കിട്ടിയെന്ന്. നിനക്കൊക്കെ വീട്ടിലെ ജോലിയും ചെയ്യാൻ വയ്യ, പഠിക്കാനും വയ്യ, ഒന്നിനും വയ്യ. ആ യൂട്യൂബിൻ്റെ അകത്തൊരു കൊച്ചുണ്ട്, എന്തോ എൻ്റെ പേര് മഞ്ചരിയോ എന്തോണ്ടോ, അത് എന്തോരം ജോലികളാന്ന് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ചെയ്യുന്നത്. ഇവിടെ എനിക്കുണ്ട് 2 എണ്ണം, ഒരു വക ചെയ്യത്തോ ഇല്ല, പഠിക്കത്തോ ഇല്ല. അതൊക്കെ രാവിലെ 4 മണിക്കാണ് കൊച്ചു എഴുന്നേക്കും, അതിൻ്റെ അമ്മ എഴുന്നേക്കുന്നതിന് മുന്നേ. അതിൻ്റെ വ്ളോഗൊന്നും എടുത്ത് നോക്കണം, അതിൽ എന്തോരം പണികളാണ് അത് കിടന്ന് ചെയ്യുന്നത്. ഇവിടെ നിനക്കൊക്കെ ജോലി എടുക്കണ്ട, നിനക്കൊക്കെ 2 അക്ഷരം പഠിക്കുകയെങ്കിലും ചെയ്തൂടെ? അതുങ്ങൾ ഈ ജോലികളെല്ലാം കിടന്ന് ചെയ്തിട്ട് നിനക്കൊക്കെ പരീക്ഷയ്ക്ക് മാർക്കുണ്ട്. അതിൻ്റെ ഇന്നലെ വ്ളോഗ് ഇട്ടിരിക്കുന്നു. ഇപ്പോൾ പരീക്ഷയ്ക്ക് ഏതാണ്ടോ ഫസ്റ്റ് മേടിച്ചെന്ന് പറഞ്ഞു. നാളെ പരീക്ഷയല്ലേ കൊച്ചേ? 24 മണിക്കൂറും TV ആണെന്ന സമയത്ത് നിനക്ക് ആ പുസ്തകം എടുത്ത് 2 അക്ഷരം പഠിച്ചൂടെ? എടി നിനക്ക് നാളെ എക്സാം അല്ലേ? എന്തോ 24 മണിക്കൂറും റീൽസും തോട്ടിക്കൊണ്ടിരിക്കുന്നത്? ആ യൂട്യൂബ് എടുത്ത് 2 ക്ലാസ് കേട്ടൂടെ? ദേ അച്ഛൻ ഇറച്ചി മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും സവാളയും ഒന്നുമില്ല, ഞാൻ ലിസ്റ്റ് എഴുതരാം, വേഗം കടയിൽ പോയി മേടിച്ചോണ്ടോ. ഞായറാഴ്ചയില്ലേ നമുക്ക് ബിരിയാണി വെക്കാം. നീ ആ ഓൺലൈനിൽ കയറി അതൊക്കെ മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്യും. അവർ 10-12 മണിക്കൂറിനകത്ത് കൊണ്ടുവരുമല്ലോ. അതെല്ലായിടത്തും നമുക്ക് റെഡിയാക്കാം, വേഗം ആവട്ടെ. പരീക്ഷ പാടായിരുന്നോ? എല്ലാവർക്കും പാടായിരുന്നു. പോട്ടെ, ഒരെണ്ണം അല്ലേ, അടുത്ത എക്സാമിന് നല്ലോണം പഠിച്ചെഴുതിയാൽ മതി. ശരി ചെല്ലു. എക്സാം പാടായിരുന്നോ? എന്തോ പാടായിരുന്നെന്ന്? അങ്ങനെയല്ലല്ലേ യൂട്യൂബിൽ സാറ് പറഞ്ഞത്. നീ സ്കൂളിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ എക്സാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റിവ്യൂ ഒക്കെ ഫോണിൽ കയറി കണ്ടായിരുന്നു. നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച അതേ ക്വസ്റ്റ്യനാണ് ചോദിച്ചതെന്നാണല്ലേ സാറ് പറഞ്ഞത്. പിന്നെ നിനക്ക് മാത്രം എന്തോ പാട്?